നീനു മരിച്ച ദിവസം രാവിലെ 7 മണി വരെ തൻ്റെ ഫോൺ തൃശ്ശൂർ പൂങ്കുന്നം ടവറിൽ. ആ അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ്. ആ പിന്നെ ഓണാവുന്നത് എറണാകുളത്ത് രാവിലെ 9:05. ആ അതെന്താടോ 2 മണിക്കൂർ സ്വിച്ച് ഓഫ്? അത് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് സാർ. എന്തിനാ ഓഫ് ചെയ്തെന്നാ തന്നോട് ചോദിച്ചത്? എൻ്റെ ഫോണല്ലേ സാർ, എനിക്ക് ഓഫ് ചെയ്തൂടെ? എടാ ഓഫ് ചെയ്ത് വെക്കാനുള്ള കാരണമാണ് ചോദിച്ചത് കേട്ടോ. അത് ഞാൻ ഒരു യാത്രയിലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതുകൊണ്ട് ഓഫ് ചെയ്തു സാർ. വണ്ടി ഓടിക്കുമ്പോൾ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? ആ സാറേ, വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്നല്ലേ? അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭഗത്തെ. എൻ്റെ സാറേ, ഈ നീനു മരിച്ചെന്ന് ചാനലുകാർ പറയുന്ന സമയം 6 മണിയാണ്. ആ സമയത്ത് ഞാൻ പൂങ്കുന്നം ടവറിലുണ്ടല്ലോ. അതുമല്ല, തലേന്നും അതിൻ്റെ തലേന്നും സാറിൻ്റെ ടവർ നോക്കിയാൽ മതി, എല്ലാം തൃശ്ശൂരാണ്. പിന്നെന്താ സാറേ പ്രശ്നം? വാടാ. 1 മിനിറ്റ് പോലെ പ്ലീസ്. ഫർദറായിട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതി. പിന്നെ സാറുമാരുടെ വീടുകളിലും അസോസിയേഷനിലൊക്കെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. നമുക്കൊരു റീസണബിൾ റേറ്റിലൊക്കെ ചെയ്യാം. താമസിക്കാതെ തന്നെ നിന്റെ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ നടത്തേണ്ടി വരും. അതെന്തിനാ? അവൻ്റെ ഒരു സാറെ വിളിക്കാൻ മറക്കണ്ട, ഫാൻസി നമ്പർ. 100-നെക്കാളും വലിയ ഫാൻസി നമ്പർ ഇറങ്ങും. ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് കാരണം നഴ്സറി പിള്ളേരെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണ്ടായി. നീനു ആളെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സുമായിട്ടുള്ള ഔട്ടിങ്, അടിച്ചുപൊളി? വനിതാ പോലീസ് ഇല്ലേ സർ? എന്താ? അല്ല, സ്ത്രീകളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വനിതാ പോലീസ് വേണമെന്നാണല്ലോ. റീനയെ വിളിക്ക്. ഇനി പറ, ഹൗ വാസ് നീനു? ഔട്ടിങ്, റിലേഷൻഷിപ്സ്, ഡേറ്റിംഗ്? ഡേറ്റിങ്ങിനൊന്നും അവളെ കിട്ടില്ല. ഫോണിൽ കൂടെയുള്ള ചാറ്റിങ്ങോ ഫ്ലേട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ സർ. പിന്നെ ചില എക്സ്പെൻസീവ് ഗിഫ്റ്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്. അതൊക്കെ ആരൊക്കെയാ കൊടുത്തിരുന്നെന്നറിയോ? നോ, പേഴ്സണൽ കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്യാറില്ലായിരുന്നു. വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന അങ്ങനെ ആരെങ്കിലും? ഉണ്ട് സർ. ആരൊക്കെ? ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ്, പത്രക്കാരൻ, കൊറിയർ ബോയ്സ്, അങ്ങനെ. അന്നേ ദിവസം രാവിലെ 5:30 മണിക്കാണ് അഞ്ജിത ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. അതെ. ആ സമയത്ത് ഓട്ടോ ഒന്നും കിട്ടാൻ വഴിയില്ല. നടന്നാണോ പോയത്? സാധാരണ അതാണ് പതിവ്. പക്ഷെ അന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരള സവാരി ബുക്ക് ചെയ്തായിരുന്നു പോയത്. ഇനി റോട്ടിലെങ്ങാനും സ്ലിപ്പായി വീണാലോ? സാറിനറിയാലോ. സാർ, എനിക്ക് തോന്നുന്നത് ഈ നീനും അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആളൊന്നും അല്ലെന്നാ. അവരുടെ CDR പരിശോധിച്ചാൽ തന്നെ അറിയാം. ഹാർഡ്ലി 6-7 കോൾസിൻ്റെ ഡേ, അത്രേ ഉള്ളൂ. എൻ്റെ വൈഫിന് തന്നെ ഡെയിലി ഒരു 10-15 കോൾസ് വരാറുണ്ട് സാർ. അതെനിക്ക് എങ്ങനെ അറിയാം? ഫോൺ ചെക്ക് ചെയ്യോ? കഷ്ടം. കമ്മീഷണർ സാർ. എവിടെയാണോ താൻ? ഇൻവെസ്റ്റിഗേഷനിലാണ് സാർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ആഴ്ച ഒന്നായിട്ട് സസ്പെക്ട് ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ സാധിക്കാത്ത താൻ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണോ നടത്തുന്നത്? സാർ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇച്ചിരി കൂടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ നടക്കുന്ന പ്രതിഷേധ മാർച്ച് സമരം ഒന്നും താൻ കാണുന്നില്ലേ? തലസ്ഥാനത്ത് ഇന്നും ചെലവായി 2 പേർക്ക് വെള്ളം. മാക്സിമം 5 days. അതിനുള്ളിൽ തന്നെ കൊണ്ട് തൊലിക്കാൻ പറ്റില്ല, കേസ് ക്രൈം ബ്രാഞ്ചിന് വിടും. അതാ ഇടിച്ചിട്ട് സ്റ്റാർട്ട്. സാർ, ഐ വിൽ ക്ലോസ് ദ കേസ് ബിഫോർ ദാറ്റ് സാർ. ഹലോ സാർ. എന്താ സാർ? എന്താണ് സാർ സാർ അവിടെ വെച്ചിട്ടോ? സാർ, കമ്മീഷണർ ഭയങ്കര കലിപ്പിലാണല്ലേ സാർ? സോഷ്യൽ മീഡിയയിൽ യൂത്ത് മൊത്തം ഇളകിയിരിക്കുക. സാറേ, ഓംലെറ്റ് പ്ലേറ്റും കളഞ്ഞു എൻ്റെ വായിക്കാത്തോട്. സാർ പോയാലോ സാർ? നമുക്ക് പോവാം. എടോ, എൻ്റെ സംശയം ഇതാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം മർഡർ നടന്നിരിക്കുന്നത് 5:30-നും 6:00-നും ഇടയിലാണ്. 5:30 വരെ ആ റൂംമേറ്റ് അവിടെ ഉണ്ട്. പത്രക്കാരൻ്റെ മൊഴി അനുസരിച്ചിട്ട് 5:45-നാണ് അയാൾ അവിടെ പത്രം ഇടുന്നത്. അതെ. ആ കോളനിയിലുള്ള മുഴുവൻ വീടുകളിലും പത്രോട്ട് തീരണമെങ്കിൽ മിനിമം ഒരു 5-8 മിനിറ്റ് എടുക്കൂലേ? ഉറപ്പായിട്ടും. ശരിയാ. ആ സമയത്തിനിടയിൽ ആ മർഡർ വന്നതോ പോയതോ അയാൾ കണ്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സാർ, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചോദിച്ചതാണ്. അയാളോട് ആരെയും കണ്ടില്ലെന്നാ പറയുന്നേ. അയാളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു വരുത്തുക സാർ. എന്നിട്ട് ചോദിക്കേണ്ട പോലെ അങ്ങ് ചോദിക്കാം. ഷുവർ സാർ. ഓക്കെ സാർ.
ക്ലാസ് അതുകൊണ്ടാണ്. ഈ ദിനേഷ് സാറിൻ്റെ റൂം സാർ ആ റൂമില്ല. ഈ റൂമോ? ആ റൂം. ആ എത്തിയോ? താ ഒരു കാര്യം ചെയ്യാം, അവിടെ വെയിറ്റ് ചെയ്തു. സാറ് കുറച്ച് തിരക്കില്ല, വിളിപ്പിക്കാം. സാറേ ഞാൻ ഉണ്ടായിരുടാ. മാഡോ മാഡം ഞാൻ അവളെ അടിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടേ ഉള്ളൂ. ആണോ? ഞങ്ങളതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നടക്ക്. ഇരിക്ക്. സാർ, ആ പത്രക്കാരൻ വന്നിട്ട് കുറേ നേരമായി സാർ. എത്ര നേരമായി? ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. മാനസികമായിട്ടൊന്ന് തളരണം. ഒരു അരമണിക്കൂറും കൂടെ അവിടെ കിടക്കട്ടെ. സാർ, സാറിനൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. വിളിക്കാം, സാറ് വിളിക്കും, വെയിറ്റ് ചെയ്തു. അല്ല, ഞാൻ പറയാനുള്ളതൊക്കെ അന്നേ പറഞ്ഞാ. താൻ അപ്സെറ്റ് ആവാനോ? വിളിക്കും, ഇരിക്കേ. അപ്സെറ്റ് ആയിട്ടൊന്നുമല്ല, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയാ? എന്തോന്ന് പരിപാടി? ഇരിക്കണാ. സാറേ, ഇത്ര അത്യാവശ്യം നിനക്ക്? വീട്ടുകളാ. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. താനിരിക്കും. കുടിക്കാൻ കൊടുക്കാൻ പോണോ? ഹരി അന്ന് അവിടെ പത്രം ഇടുന്ന എത്ര മണിക്കാ? 5:30-ക്കാണോ? 5:45 ആ സമയത്ത്. ആ കോളനിയിലുള്ള എല്ലാ വീടുകളിലും പത്രം ഇട്ട് തീരാൻ എത്ര സമയം എടുക്കും? ഒരു 8 മിനിറ്റ് കൊണ്ട് കഴിയാറുണ്ട്. ആ കോളനിയിലേക്ക് വരാനും പോകാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. വാഹനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ 8 മിനിറ്റിനിടയിൽ ആരെങ്കിലും അങ്ങോട്ട് വരുവോ പോവോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരി അവരെ കാണേണ്ടതാണ്. അതെ. അങ്ങനെ ആരെങ്കിലും അന്ന് അവിടെ കണ്ടിരുന്നോ? അങ്ങനെ ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉറപ്പാണോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം 5:45-നും 5:55-നും ഇടയിൽ ഹരി അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എൻ്റെ അറിവിലില്ല. കൊല്ലപ്പെട്ട നീനുവിനെ ഹരി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ പത്രം ഇടാൻ പോകുമ്പോൾ അവരോട് രാവിലെ എഴുന്നേറ്റ് കയറുണ്ട്. നീനുമായിട്ട് എങ്ങനെയായിരുന്നു? കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? കാണുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ? 1 മാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ മാസത്തെ കളക്ഷന് പോയ സമയത്ത്. അപ്പോൾ നീനുമായിട്ട് ഫോണിലും നേരിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ചില മാഗസിനൊക്കെ വാങ്ങാൻ കൊണ്ടുവരാനായിട്ട് നീനു ഫോണിൽ സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നീനുവിനെ ഫോളോ ചെയ്യാറുണ്ടോ? ഫോട്ടോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയറും ചെയ്യാറുണ്ട്. ഹരി എന്തോരെ പഠിച്ചു? MCA കംപ്ലീറ്റഡ് ആണ് സാർ. MCA? ആ. എടോ, MCA വരെ പഠിച്ചിട്ട് താനെന്താടോ IT കമ്പനിയിലൊന്നും ജോലി ചെയ്യാത്ത? ഇങ്ങനെ പത്രോട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിരുന്നു സാർ, ACS ടെക്നോളജീസിൽ. അവിടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട്. പിന്നെ അത് വിട്ടു. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണ്. പിന്നെ പത്രം, അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചു എൻ്റെ ഏജൻസി. പിന്നെ അത് മുടക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ പത്രം എന്ന പിള്ളേർ ആരെങ്കിലും മുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഇടാറുണ്ട് പത്രം. ആ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോളാം കേട്ടോ. റിപ്പോർട്ടിൽ കറക്റ്റ് വയ്ക്കാനുള്ളതാണ്. തൻ്റെ ഇമെയിൽ ID ഒന്ന് എഴുതിയേക്ക്. ഓക്കോ. താങ്ക് യു സാർ. പിൻ ചെയ്ത് വെച്ചോ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുക്കണം, CDR-ഉം. ഓക്കെ സാർ. ഒന്നുമില്ല സാർ. സാർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഒന്നുമില്ല. നിന്റെ അതൊന്നുമില്ല. സാർ, നിങ്ങളെന്താ നോക്കുന്നേ? സാർ, സാറേ, ഉണ്ട് സാർ, ബാഗ് നിറച്ചുണ്ട്. അറസ്റ്റ് ചെയ്തോ? ഓക്കെ സാർ. സാർ, ഇത് എന്തിനാ ഞങ്ങൾ മിണ്ടാടക്കടാ. പറയാം. 8 കോടിയോളം വിലപിടിപ്പുള്ള മയക്കുമരുന്നുകളാണ് 2 ബാംഗ്ലൂർ സ്വദേശികളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടികൂടിയത്. ഞാൻ പിടികൂടിയത്. സാർ, എവിടെ നിന്നായിരുന്നു ഇൻഫർമേഷൻ? ഇൻഫർമേഷനോ? നോ, ഇറ്റ്സ് ഒബ്സർവേഷൻ.
ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് ഒഴുകുന്നു എന്നതിന്റെ സൂചന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നേരത്തെ കിട്ടിയിരുന്നു. അന്ന് മുതൽ മയക്കുമരുന്ന് എത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളും ഞാൻ നിരീക്ഷിച്ചു വരികയായിരുന്നു. Any more questions? Thank you, sir. അഭിനന്ദനങ്ങളുടെ മഴയിലിടോ. ഒരു മനുഷ്യൻ എത്ര ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റും? 100, 200? തൻ്റെ മിസ് കോളൊന്നും ഞാൻ കണ്ടില്ല. അതാ ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ടിരിക്കുക. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. എന്തേ? തൻ്റെ പട്ടിഷോ കണ്ടു ചാനലില്. ഇത്തരമൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് എന്നെ ACP വിവരം അറിയിക്കാൻ എന്താണ്? സർ, കേസിന്റെ ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടതിന് ശേഷം സാറിനെ അറിയിക്കാന്ന് വിചാരിച്ചു സർ. സോറി സർ. ഇൻട്രൊഗേഷൻ തുടങ്ങിയോ? ഇല്ല സർ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. താൻ നേരത്തെ വിളിച്ചറിയിച്ച മീഡിയാസിനെ എല്ലാം വിളിച്ചിട്ട് പ്രതികളെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്ന് ന്യൂസ് കൊടുക്കണം. സർ കൊടുക്കോടോ? കൊടുക്കാം സർ. കം. ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഏതാനും വില ഇവർക്കേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ട്രൂ. മെറ്റീരിയൽ ജിപ്സം പൗഡറാണ്. അതെ സാർ, ഈ കെട്ടിട നിർമ്മാണത്തിനൊക്കെ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാ. എത്ര കൊല്ലത്തെ സർവീസ് ഉണ്ടോ എനിക്ക്? സർ 15. മയക്കമരുന്നും ജിപ്സം പൗഡറും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത താനൊക്കെ എന്ത് വാഴയ്ക്കാണോ കൊലത്തേത്? ചോദിക്കും സാറേ. Excuse me, sir. Release us, please. Release them. Sir, several times we told this officer that it's not drugs, it's gypsum powder. And he slapped my colleague. സോറി. Sir, 3 മേജർ ആർക്കിടെക്റ്റുകളായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക്. സെയിൽസ് എല്ലാം പോയില്ലേ? ഈ നഷ്ടമൊക്കെ ആര് വഹിക്കും? ഇയാൾ തരുമോ? Sir, this man is a disgrace to the entire police force. Absolutely. നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. അതിനുമുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. So, Hari, ഞാനിപ്പോ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലാണ്. You may have seen this man today morning. ഈ നിൽക്കുന്ന idiot officer. നാളെ രാവിലെ തൻ്റെ ഓഫീസിലേക്ക് വാ. സസ്പെൻഷൻ ഓർഡർ അപ്പം തരാം. And ഈ ഓഫീസേഴ്സ് എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. ഈ ആളുടെ കയ്യിൽ അതോറിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് അതിന്റെ ദാഷ്ട്യം ഇയാൾ കാണിച്ചത് കുറച്ചൊന്നുമല്ല. എന്റെ കൊളീഗിനെ തല്ലിയതും പോരാതെ ഞങ്ങളെ ഫുൾ മാധ്യമങ്ങളുടെ മനോജ് ഫോൺ എടുക്കടാ. എന്റെ ഫോൺ എടുക്ക്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ കിടന്നിങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലേ. എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള രാത്രി 9:30 കഴിഞ്ഞ് എന്റെ കോൾ എടുക്കല്ലേന്ന്. നീ പോടാ നാറി. കണ്ടു സർ. നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഞാൻ ഇന്ന് വെറുതെ കമ്മീഷൻ ഓഫീസർ ഒന്ന് പോയി സാർ. നമുക്ക് 3 പേർക്കും സസ്പെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓ, നിങ്ങൾക്കുണ്ടല്ലേ? ഗുഡ്. സർ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സാർ കമ്മീഷണറെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ 2 പേരും ഒഴിവാക്കി കിട്ടൂല. ഞാൻ പറയൂല. സാധനം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് എന്നെ എരിയതല്ലേ? ഒന്ന് മണപ്പിച്ചെങ്കിലും നോക്കായിരുന്നില്ലേ? മണത്തോക്കുള്ള സമയം പോലും സാർ അതിന് തന്നില്ലല്ലോ. നമ്മുടെ ഗ്രൂപ്പ് ലൈവ് കണ്ട ആരോ ആണെന്ന് തോന്നുന്നു സാർ. അതെ. സസ്പെൻഷൻ കിട്ടിയല്ലേ? ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ സാർ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്തെങ്കിലും ചെയ്യും. താങ്ക് യു സർ. സർ, നീനുവിന് അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഉണ്ടാവണമല്ലോ, അതുകൊണ്ടല്ലോ ഓരോ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്നത്. അതെ അതെ അതെ. അപ്പം നീനുമായിട്ട് നല്ല പരിചയമുള്ള ഒരാൾ അയാളുടെ ആരാധന മൂത്ത് അതൊരു ഒബ്സഷനായിട്ട് മാറിയെന്ന് വെക്കാം. ദാ അവിടെ വെക്കാം. ഈ ഒബ്സഷൻ കാരണം അയാൾ നീനുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവാൻ ശ്രമിച്ചു. അപ്പോൾ അവൾ അയാളെ ഇഗ്നോർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അയാൾ ആകെ ഇൻസൾട്ടഡായി. ഇതൊരു സോളിഡ് മോട്ടീവ് അല്ലേ? ഇത് മയനൈസ് അല്ലേ? ആ
പൊളിച്ചോ. ആ എടോ അങ്ങനെ ഒരാൾ ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരാളുണ്ട് സാർ. ആഹാ, ഒഴിച്ചോ. ആ ആരാണ് അയാൾ? നീനുവിനെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാൾ. നീനുവിൻ്റെ റൂംമേറ്റിൻ്റെ മൊഴി പ്രകാരം നീനുമായിട്ട് ഫോണിലും നേരിട്ടും നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ. കൃത്യം നടന്ന ദിവസം അതേസമയം അതേ ടവർ ലൊക്കേഷനിൽ 10 മിനിറ്റോളം ചെലവഴിച്ചിട്ടുള്ള ഒരാൾ. നീനുവിൻ്റെ വീട്ടിൽ പത്രമിടുന്ന ഹരി. പോളി, ഗുഡ് ടേസ്റ്റ് ആൻഡ് ഗുഡ് ചോയ്സ് ടു. താങ്ക് യു. വീടും പരിസരവും കൃത്യമായിട്ടറിയുന്ന വ്യക്തി. യെസ്. ലോ പ്രൊഫൈൽ. സ്ഥിരമായി പത്രമിടുന്ന സമയം തന്നെ കൃത്യം നടത്താൻ തെരഞ്ഞെടുത്തത് അയാൾക്ക് ഈ സംഭവത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി. കൊള്ളാം. ഒന്നും നോക്കണ്ട, പൊക്കിക്കോ പൊക്കിക്കോ. ഓക്കെ. അല്ല, ഇതൊക്കെ എൻ്റെ ഊഹാപോഹങ്ങളാന്ന് വിചാരിക്കോ? സോളിഡ് ആയിട്ടുള്ളൊരു എവിഡൻസിൻ്റെ. അപ്പോൾ എടോ, ഫിംഗർ പ്രിന്റും റൂംമേറ്റിന്റെ മൊഴിയൊക്കെ നമ്മുടെ കയ്യിലിരിക്കല്ലേ? ഇയാള് പോയി പൊക്കടോ. ചെല്ലേ. എന്താ മന്തി വേണ? ഏയ് വേണ്ട. എന്നാ ഇയാൾ ചെല്ലടോ. ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് കേസിന്റെ ട്രയൽ ഉള്ളതാ. മനുഷ്യന് മൊത്തം നിന്ന് വേർക്കാനുള്ളതാ. ഓക്കെ, ചെല്ല്. സാർ സാർ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇത് താൻ ഫ്രെയിം ചെയ്തതാണോ? ചെറുതായിട്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? കോടതിയിൽ നിൽക്കും. നമ്മുടെ നിയമം അങ്ങനെയാണല്ലോ. ഈ പറഞ്ഞതൊക്കെ അല്ലാന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്വമാണ്. പ്രോസിക്യൂട്ടറുടെ ഒപ്പീനിയൻ എടുത്തോ? പുള്ളി ഡബിൾ ഓക്കെയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് അവൻ തന്നെ ചെയ്താണ്. ഹാ, എന്നാ പ്രൊസീഡ് ചെയ്യേ. ഡിഫൻസ് ലോയർ കിടുവാണെങ്കിൽ ട്രയലിന് ഞാനും വരും കോടതിയിൽ. ഓക്കെ, കിടന്നു. എൻ്റെ കൈ കിട്ടണ്ടായിരുന്നു. ഇനി സമയമുണ്ടല്ലോ. അണ്ണാ, ഇവനാണ് ആ കൊച്ചിനെ കൊന്നുകളഞ്ഞു. നിന്റെ അമ്മയുടെ വീടാണെന്ന് കരുതിയോടാ? ഞാൻ എല്ലൊക്കെ തല കയ്യിൽ നിന്ന് പോയിരിക്കുക. എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. എടിക്കടാ, നിന്റെ അടുത്ത് സംസാരിച്ച നീ എന്ത് ചെയ്യൂടാ? IV സ്റ്റാർട്ട് ചെയ്തു. അവളുടെ പെർക്സ് കൊടുക്കുന്ന കമ്പനിയാ. അതിന്റെ ഇടയിൽ തന്റെ ടീം മെമ്പർ ആണോ തന്റെ കീപ്പാണോ? ഉറപ്പാണ് സാർ, ഇവനെ തന്നെയാണ് ഞാനെന്ന് ആ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഇവൻ സാമദ്രോഹിയാണ്. ഇവനെ ജയിലിലടയ്ക്കണം സാർ. ഹാൻഡ് കഫ് ഇടാമെന്നാ? ഒന്ന് കോൺഷ്യസ് ആയിക്കോട്ടെ. ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആദ്യം അയാളൊന്ന് കോൺഷ്യസ് ആവട്ടെ സാർ. അവനെവിടെ? അവിടെ.
ഇവിടെ ആംഡ് ഫോഴ്സിൽ നിന്ന് 2 പേര് വേണം. സർ. 2 പേര് കേട്ടിലും. ഓക്കെ സാർ. സർ, എനി അപ്ഡേറ്റ്സ്? കാര്യമായ പരിക്കുകളൊന്നുമില്ല, ചെറിയ ചതവൊക്കെ മാത്രമേ ഉള്ളൂ. മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെഡേഷനിലാണ്. കയറി കാണാം. നോ നീഡ്, യു ക്യാരി ഓൺ. സർ ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി കാണാം സർ. പ്ലീസ് സർ, കം സർ പ്ലീസ്. ആംഡ് പോലീസിനെ തന്നെ ഡ്യൂട്ടി കിട്ടുന്നു സർ. സെഡേഷൻ മാറിയാൽ ഉടനെ ജയിലിലെ ക്ലിനിക്കിലേക്ക് മാറ്റാം. സാറിനൊന്ന് കാണണം. യാ പ്ലീസ്. സർ, ദിസ് വേ. ആ പറഞ്ഞു. ഇതിനകത്താണ്. നമുക്ക് ബെഡ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇതിനകത്ത് തന്നെയാണ്. എവിടെ? Where's the captive? ഇവിടെ. Where's the captive? Where's the captive? എന്തുപറ്റി സാർ? അവിടെ ആളുണ്ടോന്ന് അറിയുന്നത് ഇവിടെ നോക്കിയാൽ കണ്ടുവരണോ? തന്റെ അച്ഛൻ ഇവിടെ പെറ്റുകിടപ്പുണ്ടോ? ഇല്ല സർ. എന്നാ പോയി അവനെ വേഗം കണ്ടുപിടിക്കണോ മണുകണാപ്പാ. കടുമണി അളവിൽ പിഴവ് പറ്റി വിധി സ്വാഹ, പല പല പടവിൽ പണിതു വെച്ച കെണി സ്വാഹ, ഹേ ഹേ അടിമുടി പൊടിയാണ് കുടില വിദ്യ തനി സ്വാഹ, സർവം സർവം ആവാഹ സ്വാഹ. സാറേ, ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല. താൻ എന്താണോ ഇതിനകത്തോടെ നോക്കുന്നത്? ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ആ ജിപ്സം പൗഡറിന്റെ ക്ഷീണമൊന്നും മാറി വരികയായിരുന്നു അല്ലേ? ഷോ, ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. ഇത്രയും വിഷമിക്കുന്ന ഒരാൾ ഈ താലൂക്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് അതിനേക്കാൾ കൗതുകമുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്ത്? അന്ന് കോടതിയിൽ കൊണ്ടുവന്ന നേരം മുറ്റത്ത് വെച്ച് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തോ പറഞ്ഞതായിട്ട് തോന്നി, അങ്ങോട്ട് വ്യക്തമായില്ല. വ്യക്താക്കി തരാം. എന്നെങ്കിലും പുറത്തിറങ്ങുമ്പോൾ തന്നെ കൊല്ലുന്ന അവൻ പറഞ്ഞ. ഏയ്, അങ്ങനെ ആയിരിക്കില്ല. ആണ്. വല്ലാത്തൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു ആ സ്വരത്തില്. ഒരു പൗരന് അവൻ്റെ ജീവനോ സ്വത്തിനോ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഭീഷണി ഉണ്ടെങ്കിൽ ആ പൗരന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാവുന്ന നിയമമുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കോപ്പിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് കുറച്ച് പാർലമെന്ററി ആയിട്ട് സംസാരിക്കാം. ഇവിടെ വന്നിട്ട് ഈ കോണോത്തിലെ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് തനിക്കിനി ഞാൻ പ്രൊട്ടക്ഷൻ തരുമെന്ന് തോന്നുന്നുണ്ടോ? വാക്ക് തെറ്റിക്കരുതെന്ന് ഞാൻ വിളിച്ചു. 2 ഇരുമ്പ് വട്ട കൂടി പിടിപ്പിക്കണം. ഈ കുറ്റിയെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ ശരിയാക്കിയില്ലേ? അതിനാ ജനൽ അടയ്ക്കാറില്ലല്ലോ. ഇപ്പൊ അടയ്ക്കേണ്ടി വന്നപ്പോ കണ്ടില്ലേ? എന്തിനാ അടയ്ക്കുന്നത്? കൊതുകേറിന്റെ അതെ. കണ്ടിട്ട് കൊതുകാണ് പ്രശ്നമെന്ന് തോന്നുന്നില്ലല്ലോ. നീ ആ TV ഓഫ് ചെയ്യ്. പുറത്ത് ഇടിയും മിന്നലും കണ്ടില്ലേ? രാധേ, നീ എന്തെങ്കിലും കോമഡി പറ, ഞാൻ ചിരിക്കാം. നീനു വധക്കേസിലെ പ്രതി നഗരം വിട്ടു പോയിട്ടില്ലെന്ന് പോലീസ്. നിന്നോട് എന്തെങ്കിലും കോമഡി പറയാനല്ലേ രാധേ ഞാൻ പറഞ്ഞത്? എനിക്കെന്തോ പേടി തോന്നുന്നു.
പേടി മാറാനേ വില്ലാളി വീരന്മാരുടെ നാമം ചൊല്ലിയാൽ മതി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി. ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത്